ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എന്നെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് സെൻറ്റൻസ്, ഐ ആം ഇൻ എ മീറ്റിംഗ്, കോൾ മീ ലേറ്റർ. ഐ ആം ഇൻ എ മീറ്റിംഗ്, കോൾ മീ ലേറ്റർ. മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്, ഞാനൊരു മീറ്റിങ്ങിലാണ്, എന്നെ പിന്നെ വിളിക്കുക, പിന്നെ വിളിക്കുക, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക നമ്മൾ പറയാറില്ല. ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ പറയാം? ഐ ആം ഇൻ എ മീറ്റിംഗ്, കോൾ മീ ലേറ്റർ. ഓക്കെ, നെക്സ്റ്റ്, ലോങ് ടൈം നോ സീ. ലോങ് ടൈം നോ സീ എന്താണ്? ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. എങ്ങനെ പറയാം? ലോങ് ടൈം നോ സീ. ഇതിന് പകരം നമുക്ക് വേറൊരു സെൻറ്റൻസ് യൂസ് ചെയ്യാം. ഐ ഹാവൻ സീൻ യു ഫോർ എ ലോങ് ടൈം. ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. എങ്ങനെ പറയാം? ഐ ഹാവൻ സീൻ യു ഫോർ എ ലോങ് ടൈം. ഓക്കെ, ലോങ് ടൈം നോ സീ വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഐ ഹാവൻ സീൻ യു ഫോർ എ ലോങ് ടൈം എന്ന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. രണ്ട് സെൻറ്റൻസ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെൻറ്റൻസാണ്, ഇറ്റ്സ് എക്സ്പെൻസീവ്. ഇത് ചിലവ് കൂടിയതാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇറ്റ്സ് എക്സ്പെൻസീവ് എന്ന് പറയാം. വളരെ സിമ്പിളാണ്, ഇറ്റ്സ് എക്സ്പെൻസീവ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇത് ചിലവ് കുറഞ്ഞതാണ്, ഇത് വളരെ സില്ലി ആയിട്ടുള്ള പ്രൈസിലുള്ളതാണെന്ന് നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ്സ് ഇൻഎക്സ്പെൻസീവ്. ഇറ്റ്സ് എക്സ്പെൻസീവിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ഇറ്റ്സ് ഇൻഎക്സ്പെൻസീവ്. അടുത്ത സെൻറ്റൻസ്, കെൻ ഐ ആസ്ക് യു സംതിങ്. ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. എങ്ങനെ പറയാം? കെൻ ഐ ആസ്ക് യു സംതിങ്. കെൻ ഐ ആസ്ക് യു സംതിങ്. നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. കെൻ ഐ ആസ്ക് യു സംതിങ്. നെക്സ്റ്റ് വൺ, ഐ ആം ഫീലിംഗ് ടയേർഡ് ടുഡേ. ഐ ആം ഫീലിംഗ് ടയേർഡ് ടുഡേ എന്താണ്? ഇന്ന് എനിക്ക് എന്തോ ഒരു സുഖമില്ലായ്മ തോന്നുന്നു എന്ന് പറയാറുണ്ട് നമ്മൾ. ഐ ആം ഫീലിംഗ്, എനിക്ക് തോന്നുന്നു, ടയേർഡ് ടുഡേ വളരെ ക്ഷീണം തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഐ ആം ഫീലിംഗ് ടയേർഡ് ടുഡേ. ഓക്കെ, ഐ ആം ഫീലിംഗ് ടയേർഡ് ടുഡേ. കം ക്വിക്ക്ലി. നെക്സ്റ്റ് സെൻറ്റൻസ് എന്താണ്? കം ക്വിക്ക്ലി, പെട്ടെന്ന് വാ. കം ക്വിക്ക്ലി, കം ഫാസ്റ്റ് എന്നൊക്കെ പറയാം കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ആർ യുവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. നിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്തൊക്കെയാണ്? എങ്ങനെ ചോദിക്കാം? വാട്ട് ആർ യുവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. വാട്ട് ആർ യുവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ലൈക്സ് ഇഷ്ടം, ഡിസ്ലൈക്സോ അനിഷ്ടങ്ങൾ. ഓക്കെ, നെക്സ്റ്റ്, ഡിഡ് യു ഗെറ്റ് മൈ പോയിൻറ്റ്. എങ്ങനെ പറയാം? ഡിഡ് യു ഗെറ്റ് മൈ പോയിൻറ്റ് എന്താണ്? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ച പോയിൻ്റ് നിനക്ക് കിട്ടിയോ എന്ന് നമ്മൾ ചോദിക്കും അല്ലേ? കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കില്ലേ? എങ്ങനെ പറയാം? ഡിഡ് യു ഗെറ്റ് മൈ പോയിൻറ്റ്. ഡിഡ് യു ഗെറ്റ് മൈ പോയിൻറ്റ്. അടുത്ത സെൻറ്റൻസ്, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് എന്താണ്? ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം എന്ന് നമ്മൾ പറയാറില്ലേ? ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നന്നാക്കാൻ നോക്കാം എന്നൊക്കെ പറയില്ലേ? എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഐ വിൽ ട്രൈ, ഞാൻ ശ്രമിക്കും, മൈ ലെവൽ ബെസ്റ്റ്, എൻ്റെ ലെവൽ ബെസ്റ്റ് എന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് കഴിയുന്നത്രയും നന്നാക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഐ ആം വെരി പ്ലീസ്ഡ് ടു മീറ്റ് യു. അടുത്ത സെൻറ്റൻസ് എന്താണ്? ഐ ആം വെരി പ്ലീസ്ഡ് ടു മീറ്റ് യു. നിന്നെ കണ്ടതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. എനിക്കൊരുപാട് സന്തോഷം തോന്നിയില്ലേ? ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ വളരെ സന്തോഷവതിയാണ് നിന്നെ കണ്ടതിൽ. എങ്ങനെ പറയാം? ഐ ആം വെരി പ്ലീസ്ഡ് ടു മീറ്റ് യു. ഐ ആം വെരി പ്ലീസ്ഡ് ടു മീറ്റ് യു. നമ്മൾ പറയാറില്ലേ? ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു എന്ന് നമുക്ക് പറയാം കേട്ടോ. ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പകരം നമുക്കിങ്ങനെയും യൂസ് ചെയ്യാം. ഐ ആം വെരി പ്ലീസ്ഡ് ടു മീറ്റ് യു. നെക്സ്റ്റ്, പ്ലീസ് സേ സംതിങ്. എന്തെങ്കിലുമൊക്കെ പറയേ. പ്ലീസ് സേ സംതിങ്. എന്തെങ്കിലുമൊക്കെ പറയേ. ഇങ്ങനെ മിണ്ടായിരിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ പറയേ. എങ്ങനെ പറയാം? പ്ലീസ് സേ സംതിങ്. ഓക്കെ, നെക്സ്റ്റ്, പ്ലീസ് ബി സീറ്റഡ്. പ്ലീസ് ബി സീറ്റഡ്, ഇരിക്കുക, നിങ്ങളുടെ സീറ്റിൽ ഇരിക്കുക. പ്ലീസ് ബി സീറ്റഡ്. ഓക്കെ, നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നമ്മളോട് ഇൻ്റർവ്യൂവർ പറയും പ്ലീസ് ബി സീറ്റഡ് എന്ന് പറയും. ഓക്കെ, പ്ലീസ് ബി സീറ്റഡ്, ഇരിക്കുക. നമ്മുടെ അടുത്തേക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇരിക്കാൻ പറയും. പ്ലീസ് ബി സീറ്റഡ്. ഓക്കെ, നെക്സ്റ്റ്, ഐ ആം ഓൺ മൈ വേ. എന്താണ്? ഐ ആം ഓൺ മൈ വേ. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ വരുന്ന വഴിയാണെന്ന് പറയില്ലേ നമ്മൾ ഇപ്പോൾ എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ അതാ ഞാൻ ഇതെപ്പോൾ എത്തും, ഞാൻ വരുന്ന വഴിയാണെന്ന് പറയില്ലേ? എങ്ങനെ പറയാം? ഐ ആം ഓൺ മൈ വേ. ഐ ആം ഓൺ മൈ വേ, ഞാൻ വരികയാണ്, ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ്, വെൻ വിൽ യു റീച്ച്. നീ എപ്പോൾ എത്തും? വെൻ വിൽ യു റീച്ച്. നീ എപ്പോൾ എത്തും? വെൻ വിൽ യു റീച്ച്. നെക്സ്റ്റ്, ഡസ് ദിസ് റോഡ് ഗോ ടു ചെന്നൈ.
ഈ റോഡ് ചെന്നൈയിലേക്കാണോ പോകുന്നത്? ഡസ് ദിസ് റോഡ് ഗോ ടു ചെന്നൈ? ഈ റോഡ് ചെന്നൈയിലേക്കാണോ പോകുന്നത്? നമുക്കങ്ങനെ ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഈ ട്രെയിൻ ഇപ്പോൾ മുംബൈയിലേക്കാണോ പോകുന്നത് നമുക്ക് എങ്ങനെ ചോദിക്കാം? ഡസ് ദിസ് ട്രെയിൻ ഗോ ടു മുംബൈ? ഈ ട്രെയിൻ മുംബൈയിലോട്ടാണോ പോകുന്നത്? ഡസ് ദിസ് ബസ് ഗോ ടു കോഴിക്കോട്? ഈ ബസ് കോഴിക്കോട്ടിലേക്കാണോ പോകുന്നത്? ഇങ്ങനെ നമുക്ക് ചോദിക്കാവുന്ന കേട്ടോ. നെക്സ്റ്റ്, നോബഡി ഈസ് ഹെൽപ്പിംഗ് അസ്. നോബഡി ഈസ് ഹെൽപ്പിംഗ് അസ്. ആരും ഞങ്ങളെ സഹായിക്കുന്നില്ല. നോബഡി ഈസ് ഹെൽപ്പിംഗ് അസ്. നോബഡി എന്താണ്? ആരും ചെയ്യുന്നില്ല. ഈസ് ഹെൽപ്പിംഗ്, ആരും സഹായിക്കുന്നില്ല. അസ്, ഞങ്ങളെ. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഇസ് എവരി വൺ അറ്റ് ഹോം? വീട്ടിലെല്ലാവർക്കും എങ്ങനെയുണ്ട്? സുഖമല്ലേ നമ്മൾ ചോദിക്കില്ലേ? ഹൗ ഈസ് എവരി വൺ അറ്റ് ഹോം? വീട്ടിലുള്ളവർക്കൊക്കെ എങ്ങനെയുണ്ട് നമ്മൾ ചോദിക്കില്ലേ? ഹൗ ആർ യു? എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ ചോദിക്കും അല്ലേ? അതേപോലെ തന്നെ നിൻ്റെ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ സുഖമാണോ? എങ്ങനെ ചോദിക്കാം? ഹൗ ഈസ് എവരി വൺ അറ്റ് ഹോം എന്ന് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ്, കാൺ കംപ്ലെയിൻ. കാൺ കംപ്ലെയിൻ, പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും സുഖമായിട്ട് പോകുന്നു നമുക്ക് പറയാം. എങ്ങനെ പറയാം? കാണ്ട് കംപ്ലെയിൻ, പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും എന്താണ് കുഴപ്പമില്ലാതെ പോകുന്നു. കാണ്ട് കംപ്ലെയിൻ, പരാതിപ്പെടാനായിട്ട് ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പറയില്ലേ നമ്മൾ? കാണ്ട് കംപ്ലെയിൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന കേട്ടോ. നെക്സ്റ്റ് വൺ, സോറി ഐ ഡിഡിൻറ്റ് ക്യാച്ച് ഇറ്റ്. നമുക്ക് യൂസ് ചെയ്യാവുന്ന, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നൊരു സെൻറ്റൻസ് ആണ് കേട്ടോ. സോറി ഐ ഡിഡിൻറ്റ് ക്യാച്ച് ഇറ്റ്. എന്താണ് അർത്ഥം? സോറി കേട്ടോ, എനിക്ക് നിങ്ങളെന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ പറഞ്ഞെന്താണെന്ന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല നമ്മൾ പറയില്ലേ? ഇപ്പോൾ നമ്മളോട് ഒരാൾ ഫോൺ നമ്പറോ അല്ലെങ്കിൽ അഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ സോറി കേട്ടോ എനിക്ക് കിട്ടിയില്ല, ഒന്നും കൂടെ പറയുമെന്ന് നമ്മൾ പറയില്ലേ? എങ്ങനെ പറയാം? സോറി ഐ ഡിഡിൻറ്റ് ക്യാച്ച് ഇറ്റ്. എനിക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, സോറി. കിട്ടിയില്ലേ? നെക്സ്റ്റ് വൺ, ദിസ് ഈസ് നോട്ട് എ ജോക്ക് ഐ ആം സീരിയസ്. ദിസ് ഈസ് നോട്ട് എ ജോക്ക് ഐ ആം സീരിയസ്. ഞാൻ തമാശയല്ല കേട്ടോ പറഞ്ഞത്, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. എങ്ങനെ പറയാം? ദിസ് ഈസ് നോട്ട് എ ജോക്ക് ഐ ആം സീരിയസ്. ഞാൻ തമാശ പറഞ്ഞതല്ല, തമാശയായിട്ട് എടുക്കണ്ട, സീരിയസ് ആണ്. ഓക്കെ, ദിസ് ഈസ് നോട്ട് എ ജോക്ക് ഐ ആം സീരിയസ്. നെക്സ്റ്റ്, താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ. എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ, എന്നെയും കൂടെ ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദി. ഓക്കെ, നെക്സ്റ്റ് വൺ, ലാസ്റ്റ് സെൻറ്റൻസ്, ദിസ് ഈസ് നോട്ട് ഫയർ. ദിസ് ഈസ് നോട്ട് ഫയർ എന്താണ്? നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. നിങ്ങൾ ചെയ്തത് ശരിയല്ല കേട്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ക്യൂ നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഒരു ഓഫീസിലോ മറ്റോ നമ്മൾ ക്യൂ നിൽക്കുകയാണ് വിചാരിക്കുക. ഒരുപാട് സമയമായിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്, നമ്മൾക്ക് ശേഷം വന്ന ആൾ ക്യൂ പാലിക്കാതെ പെട്ടെന്ന് കയറിപ്പോയി. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ ചെയ്തത് ശരിയല്ല കേട്ടോ, ഞങ്ങൾ കുറേ സമയമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. എങ്ങനെ പറയാം നമുക്ക് ഇംഗ്ലീഷിൽ? ദിസ് ഈസ് നോട്ട് ഫയർ. ദിസ് ഈസ് നോട്ട് ഫയർ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം ദിസ് ഈസ് നോട്ട് ഫയർ, നിങ്ങൾ ചെയ്തത് ശരിയല്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 10-25 സെൻറ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ 1-2 പ്രാവശ്യം ഒന്ന് കേട്ട് നോക്കുക, നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക്